നമ്മൾ തിങ്കളാഴ്ച നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. കാറ്റഗറി 3യുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും കാറ്റഗറി 4ൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒരുങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കാറ്റഗറി 3യിലും 4ലുമായിട്ട് നമുക്ക് മൊത്തം 78 പേരാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഈ 78 പേർക്കും വിജയാശംസകൾ മുൻകൂട്ടി നേരുകയാണ്. ഇന്ന് നടന്ന പരീക്ഷ നല്ല വിജയകരമായിരുന്നു. നല്ല അടിപൊളി പരീക്ഷയായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിച്ചു. നമുക്ക് എന്തായാലും നല്ല പ്രതീക്ഷയോട് കൂടിയിരിക്കാം. അപ്പോൾ നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു വിടാനുണ്ട്. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റാണ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ID കാർഡാണ്. നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ ഹോൾ ടിക്കറ്റിന് നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷ വെച്ചപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ID കാർഡ് ഏതാണെന്ന്. ആ ID കാർഡ് തന്നെ മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി അത് നഷ്ടപ്പെട്ടു പോവോ കാണാതെ പോവോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പും വേറെ ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ ഒറിജിനലുമായിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ. പിന്നെ നിങ്ങളുടെ കയ്യിലെടുക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് പുറമെ നിങ്ങൾക്ക് വാച്ച് നിങ്ങൾക്ക് കെട്ടാം. പക്ഷേ ചിലപ്പോൾ ചില ക്ലാസ് റൂമുകളിൽ ഇൻവിജിലേറ്റർമാർ വാച്ച് എന്ത് ചെയ്യും, അഴിച്ചു വയ്ക്കാൻ പറയും. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ചു വെക്കണം. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് വെള്ളം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് അലൗഡ് ആയിരിക്കില്ല. 2 കളർ പേനകൾ വെച്ചിട്ടാണ് നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ. പിന്നെ ഇനി നിങ്ങളുടെ OMR ഷീറ്റ് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഒരു കാരണവശാലും എഴുതി തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കാറ്റഗറി 3യുടെ OMR ഷീറ്റ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. ഈ കോളത്തിൽ നിങ്ങളുടെ പേര് വൃത്തിയായിട്ട് എഴുതുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സുനിത M എന്നാണെങ്കിൽ SUNITHA, സുനിത ഒരു സ്പേസ് വിട്ടിട്ട് N എന്നെഴുതുക. ഇനി N കഴിഞ്ഞിട്ട് നായർ എന്നുണ്ടെങ്കിൽ NAIR, അതും സ്പേസ് വിട്ടിട്ട് വേണം എഴുതാൻ. പിന്നെ റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ റോൾ നമ്പർ എഴുതുക. 732107 എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ആ അക്കങ്ങളൊന്ന് കറപ്പിക്കുമ്പോൾ ഒരു 95% കറപ്പിച്ചിരിക്കണം അകത്ത്. 732107 ഇങ്ങനെ കറപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷയിൽ 150 ചോദ്യത്തിൽ 150 മാർക്ക് മേടിച്ചാലും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഈ ആൻസർ കീ ഇൻവാലിഡായി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കറപ്പിക്കാൻ. പിന്നെയുള്ളത് ബുക്ക്ലെറ്റ് നമ്പറാണ്. ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് തരുന്ന നമ്പറാണ്. അത് നമുക്ക് ആദ്യത്തെ ഒരു പേപ്പറിൻ്റെ അകത്ത് നമുക്ക് തരിക എന്ന് പറയുന്നത് പാർട്ട് 1 പാർട്ട് 2 ആണ്. ഈ പാർട്ട് 1ൻ്റെ അകത്ത് നമുക്കറിയാം സൈക്കോളജി, പാർട്ട് 2ൻ്റെ അകത്ത് ലാംഗ്വേജ് പേപ്പർ. ഇത് രണ്ടും തരുമ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് ആ ബുക്ക്ലെറ്റ് നമ്പർ നമുക്ക് അതിൻ്റെ മുകളിലുണ്ടാവും. ആ ബുക്ക്ലെറ്റ് നമ്പർ നമ്മളിവിടെ എഴുതുക. 12, 13, 14 എന്നാണ് എൻ്റെ ബുക്ക്ലെറ്റ് നമ്പറെങ്കിൽ അതവിടെ എഴുതുന്നു. അതിനുശേഷം കൃത്യമായിട്ട് അത് കറപ്പിക്കുന്നു. അത് കറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പോകും. വെളിയിൽ പോകരുത്. ഞാനിപ്പോൾ ഇത് സ്ക്രീനിൽ കറപ്പിക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് വെളിയിൽ പോകുന്നത്. പക്ഷെ നിങ്ങളൊരു കാരണവശാലും അത് വെളിയിൽ പോകാതെ വൃത്തിയായിട്ട് വേണം കറപ്പിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് ABCD നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് കാണും. അത് നിങ്ങളിവിടെ കൃത്യമായിട്ട് എഴുതുക. എൻ്റേത് D ആണെങ്കിൽ ഞാൻ D എന്ന് എഴുതുന്നു. അതിനുശേഷം ഇത് കറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ OMR ഷീറ്റ് ഇൻവാലിഡായി പോകും. അതിനുശേഷം നിങ്ങളുടെ ഒപ്പിടുക. നിങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ ഒപ്പും നിങ്ങൾ ഇടിപ്പിക്കുക. ശേഷം നമുക്ക് പാർട്ട് 1 ആണ്. പാർട്ട് 1ൽ നമുക്കറിയാവുന്നതുപോലെ സൈക്കോളജി പെഡഗോജിയുടെ ചോദ്യമാണ്. 40 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ജനറൽ പേപ്പറിലുള്ളത്. 40 നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് അവിടെയാണ് സ്കോർ ചെയ്യേണ്ടത്. ശേഷം പാർട്ട് 2ൽ നിങ്ങൾ 2ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ചിലർ മലയാളം എഴുതുന്നവരുണ്ടാവും, ചിലർ ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ടാവും. അപ്പോൾ മലയാളം എഴുതുന്നവരാണെങ്കിൽ ഇവിടെ മലയാളം കറപ്പിച്ചിട്ട് വേണം മലയാളം എഴുതാൻ. ഇനി മലയാളമല്ല ഇംഗ്ലീഷാണ് എഴുതുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് കറപ്പിച്ചിട്ട് വേണം ഇവിടെ ഇംഗ്ലീഷ് എഴുതാൻ. അതിനുശേഷം വേണം നിങ്ങൾ OMR ഷീറ്റ് പൂരിപ്പിക്കാൻ. ശേഷം പാർട്ട് 3ൽ നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾ B.Edന് ഏതാണോ പഠിച്ചത് ആ വിഷയമാണ്. മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അറബിക് ആണെങ്കിൽ അറബിക്, ഉറുദു, സംസ്കൃത്, നിങ്ങൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് ആണ് നാച്ചുറൽ സയൻസ്. ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് കറപ്പിക്കുക.
അതിനുശേഷം വേണം ഇവിടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ. ഇതിവിടെ നിങ്ങൾ കറുപ്പിച്ചില്ല എങ്കിൽ, ഇവിടെ കറുപ്പിക്കാതെ നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ വാല്യൂ ചെയ്യില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാറ്റഗറി 4 ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്വീയിങ്, അറബിക്, ഉറുദു, സംസ്കൃതം എന്നൊക്കെ പറഞ്ഞു വരും. അതിലേതാണോ നിങ്ങൾ എഴുതേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇത് വേണം 1-2 പ്രാവശ്യം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക, വിജയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും വിദ്യാവീതിയുടെ അധ്യാപകരുടെയും വിദ്യാവീതിയുടെയും പേരിൽ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.